പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായം, അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ വായിച്ചാൽ ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധി ദിനം വരെ എങ്ങനെ ശിക്ഷ വിധേയരായി സൂക്ഷിക്കണമെന്നും കർത്താവ് അറിയുന്നു. അപ്പൊ കർത്താവിന്റെ മുന്നറിവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ ഭക്തനായ ഒരു മനുഷ്യൻ അവൻ പ്രലോഭനത്തിൽ അകപ്പെടുമ്പോൾ അവൻ പാപം ചെയ്യാതെ എങ്ങനെ അവനെ സൂക്ഷിക്കണമെന്ന് കർത്താവിന് അറിയാം. 2, അധികാരത്തെ നിന്ദിച്ച് കീഴ്പ്പെടാതെ പോകുന്ന ഒരുവന് ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധം ന്യായവിധിക്കായിട്ട് അവനെ കാപ്പാനും കർത്താവ് അറിയുന്നു. 2 കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ തൊട്ട് താഴെ പറയണം, പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും തന്നെ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് അവനോട് ചേരാൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ തലയ്ക്ക് കീഴെ അവന്റെ ശരീരത്തിന്റെ അവയവമായി തീർന്നതിന് ശേഷം മ്ലേച്ഛമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് ഒരുവൻ ജീവിക്കുന്നത് എങ്കിൽ അവൻ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ ദൈവം സമ്മതിക്കില്ലെന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കരുതലോടെ ജീവിക്കണം. ഇന്ന് ആളുകൾ അങ്ങനെ കരുതലോടെ ഒന്നുമല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ നിന്ന് നല്ലൊരു പറ്റം ദൈവസന്നിധിയിൽ എത്താൻ യോഗ്യതയില്ലാതെ തള്ളപ്പെട്ടു പോകും. കാരണം കർത്താവ് പഠിപ്പിച്ചത് അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കും. അത് ശരിയാണ്. വിശുദ്ധി അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കുന്നവൻ നിശ്ചയമായും രക്ഷിക്കപ്പെടും. ഒരു തർക്കം ആ കാര്യത്തിലില്ല. ഈ സ്ത്രീ പ്രസവക്ലേശത്താൽ ഞെരുങ്ങുന്നു. ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ, അതായത് എടുത്തുകൊള്ളപ്പെടാൻ യോഗ്യതയുള്ള വിശുദ്ധ സഭയെ ഉൽപ്രാവണം ചെയ്യുന്ന സഭയാണ് ആ ശിശു, ആൺകുട്ടി. ആ ആൺകുട്ടി വിഴുങ്ങപ്പെടണം, ആൺകുട്ടിയെ തിന്നണം എന്ന ആഗ്രഹത്തോടുകൂടെ തീ നിറമുള്ള ഒരു ഉഗ്ര സർപ്പം അവിടെ നിൽപ്പുണ്ട്. ആരാണ് ഈ പുരാതനനായ സർപ്പം? അതിന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. 7 തല എന്നുദ്ദേശിച്ചിരിക്കുന്നത് ദൈവ രാജ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയെ കാലാകാലങ്ങളിൽ എതിർത്തിട്ടുള്ള 7 സാമ്രാജ്യങ്ങളെ കുറിക്കുന്നതാണ്. ഒരു നാണയം അത് ഏത് രാജാവിന്റെ കാലത്ത് അടിച്ചിറക്കിയതാണെന്ന് മനസ്സിലാക്കാൻ എന്താണെന്ന് നോക്കാറുള്ളത്? ആ 6-ാം ജോർജ് ചക്രവർത്തിയുടെ കാലത്തുള്ള നാണയമെങ്കിൽ 6-ാം ജോർജ് ചക്രവർത്തിയുടെ മുട്ടത്തലമിൻ്റെ കർത്താവിനോട് നീതി കൊടുക്കണോ എന്ന് ഒരു കൂട്ടം വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു നാണയം കൊണ്ടുപോവാ. അതുമ്മ ആരുടെ തലയാ? സീസറിന്റെ തല. എന്നാ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ദൈവസഭയെ പീഡിപ്പിച്ചിട്ടുള്ള, അടിമകളാക്കിയിട്ടുള്ള 7 സാമ്രാജ്യങ്ങൾ ഉണ്ട്. അതിൽ 6 വന്നു കഴിഞ്ഞു, 7-ാമത്തത് വരാൻ പോകുന്നു. 1-ാമത്തേത് ഈജിപ്തിലെ ഫറോവ, മിസ്രൈമിലെ ഫറോവ ആണ് 1-ാമത്തെ തല. 2-ാമത്തത് ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയ അസീറിയ സാമ്രാജ്യം. 3-ാമത്തേത് ഇസ്രായേലിനെയും യൂദയെയും അടിമപ്പെടുത്തിയ ബാബിലോണിയൻ സാമ്രാജ്യം. അതിനുശേഷം വന്ന പേർഷ്യ മേദിയ സാമ്രാജ്യം. അതിനുശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യം. അതിനുശേഷം വന്ന റോമ സാമ്രാജ്യം. ഇങ്ങനെ 6 സാമ്രാജ്യങ്ങൾ നിറപടിയായി. ഇനി 7 കൊല്ലം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു 7-ാമത്തെ സാമ്രാജ്യം വരും. ഈ 6 സാമ്രാജ്യങ്ങൾ കാണിച്ചതിനേക്കാൾ കൊടും ക്രൂരത അത് അവസാനത്തെ സാമ്രാജ്യം, 7-ാമത്തെ തല ദൈവസഭയോട് ചെയ്യും. അതിന് വിഴുങ്ങാനൊന്നും കിട്ടാത്ത വിധം കർത്താവ് എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ എടുത്തു. ആരാണ് ഈ കുഞ്ഞ്? കർത്താവ് പറഞ്ഞു, അന്ന് 2 സ്ത്രീകൾ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ എടുക്കും, ഒരുത്തി ഇവിടെ കിടക്കും. 2 പേർ വയലിൽ പണിതുകൊണ്ടിരിക്കും. ഒരാളെ എടുക്കും, ഒരാൾ ഇവിടെ കിടക്കും. 2 പേർ ഒരു കട്ടിലിൽ ഉറങ്ങും. ഒരാളെ എടുക്കും, ഒരാൾ ഇവിടെ കിടക്കും. ഇവിടെ കിടക്കും എന്നുള്ള നമുക്ക് മനസ്സിലായി എവിടെ കിടക്കണേന്ന്. എവിടെ കിടക്കണത്? ഇവിടെ ഭൂമിയിൽ തന്നെ കാണും. എവിടേക്കാണ് എടുക്കപ്പെടുക എന്ന് അവർ ചോദിച്ചതിന് അവൻ പറഞ്ഞു, എവിടെ ശവമുണ്ടോ അവിടെ കഴുകന്മാർ വന്നുകൂടും. എന്ന് വെച്ചാൽ എവിടെ കാന്തമുണ്ടോ അവിടെ ഇരുമ്പുണ്ടാകും, എവിടെ മണവാളനുണ്ടോ അവിടെ മണവാട്ടി ഉണ്ടാകും. കാരണം കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ മണവാട്ടി അവനിലേക്ക് ആകർഷിക്കപ്പെടും, എടുക്കപ്പെടും. അപ്പൊ
എടുത്തുകൊള്ളപ്പെടുന്ന ആ വിശുദ്ധ സഭയായ ചെറിയ കൂട്ടമത്രേ ആ ആൺകുട്ടി. എന്നാൽ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ സ്ത്രീ. ആ സ്ത്രീക്ക് പ്രസവക്ലേശമാണ്. ലോക അവസാനം വരെ ആ പ്രസവക്ലേശം നിലനിൽക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലൂടെ പറഞ്ഞതുകൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് ആ കഷണം വിടാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിൽ തന്റെ അപ്പോസ്തലന്മാർ ഒരു ചോദ്യം ചോദിച്ചു. 2-ാമത്തെ വാക്യമാണ് 3-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അപ്പോൾ യേശു യുഗാന്ത്യത്തിന്റെ അവസാനം എന്തെന്ന് പറയാൻ തുടങ്ങി. അതിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രം ഞാൻ വായിക്കട്ടെ. 7-ഉം 8-ഉം. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. എന്ന് വെച്ചാൽ പ്രസവം ഈ നിമിഷം വരെ നടന്നിട്ടില്ല. പ്രസവം നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? കാഹളധ്വനിയോടുകൂടെ, ദൈവത്തിന്റെ ഗംഭീരമായ ശബ്ദത്തോടുകൂടെ, പ്രധാന ദൂതന്റെ അകമ്പടിയോടുകൂടെ ക്രിസ്തു യേശു മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ അവന് വേണ്ടി എണ്ണയായി വിളക്ക് കത്തിച്ച് കാത്തിരുന്ന മണവാട്ടിമാർ അവനിലേക്ക് എടുക്കപ്പെടും. ബാക്കിയുള്ളതൊക്കെയോ തള്ളപ്പെടും. മനസ്സിലാവല്ലോ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 5 ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ചും 5 ബുദ്ധിശൂന്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ 10 കന്യകമാരും മണവാളനെ കാത്തിരുന്നവരാ. അവരുടെ 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. അവരുടെ 10 പേരുടെ വിളക്കിലും എണ്ണയുണ്ടായിരുന്നു. 10 പേരുടെ വിളക്കിനകത്തും തിരിയുണ്ടായിരുന്നു. 10 പേരുടെയും വിളക്ക് കത്തിക്കൊണ്ടും ഇരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ചിലരുടെ വിളക്ക് ഇടയ്ക്ക് വെച്ച് കെട്ടുപോയി. കെട്ടുപോയി. ഈ കെട്ടുപോയവർക്ക് മണവാളിനോടുകൂടെ പോകാൻ പറ്റും. സ്നാനപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് പോലും ഒരു ശേഷിപ്പ് മാത്രമാണ് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത്. ഇതാണ് അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞത്. നീതിമാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് എങ്കിൽ അനീതിയുള്ളവന്റെയും അബദ്ധന്റെയും സ്ഥിതി എന്തായിരിക്കും? രക്ഷപ്പെടുന്നത് കൃപയാലാണ്, നമ്മുടെ പ്രവൃത്തികളൊന്നുമല്ല. ഞാനും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ദൈവത്തിന്റെ കൃപയെ നാം നിരാകരിക്കുന്നവരുടെയും എന്റെയും ഉള്ളിൽ വസിച്ചുകൊണ്ട് നിമിഷം തോറും ആലോചന തരുന്നുണ്ട്. ഇത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ബുദ്ധിയുടെ പ്രമാണം വിടാത്ത ഒരു കുഞ്ഞിനും ഇത് കേൾക്കാനാകില്ല. പഴയ നിയമത്തിലൂടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കർത്താവ് നിനക്ക് ക്ലേശത്തിന്റെ അപ്പവും കഷ്ടതയുടെ ജലവും തന്നേക്കാം. ഒരു ക്രിസ്ത്യാനിക്ക് തന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ ജീവിതത്തിലാണ് കഷ്ടം വരുന്നത്? ഇവിടെ വാറ്റുകാരായി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ വല്ല കഷ്ടമുണ്ടോ? അബ്കാരി കോൺട്രാക്ടറുടെ ജീവിതത്തിൽ വല്ല കഷ്ടമുണ്ടോ? കുട്ടിക്കൊടുപ്പുകാരന്റെ ജീവിതത്തിൽ വല്ല കഷ്ടമുണ്ടോ? കഷ്ടം ആർക്കാ? കഷ്ടം നമുക്കാ. പക്ഷേ നമുക്കൊരു നേട്ടമുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിയുമ്പോൾ ഇതിലെ എന്ന് തിരുത്തുന്ന ഒരു സ്വരം നാം കേൾക്കും. അത് നമ്മുടെ മിടുക്കോ യോഗ്യതയോ അല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം.